താങ്ക് ഗോഡ്. സ്തോത്രം. അറിയല്ലോ, രതീഷാണ് പ്രൈസർ ഫാമിലിയിൽ നിന്ന്. എങ്ങനെ നിങ്ങളുടെ ജീവിതത്തിലെ ശൂന്യമാക്കപ്പെട്ട അനുഭവങ്ങളെ നിറയ്ക്കാം, അഥവാ ഇല്ലായ്മകളെ പരിഹരിക്കാം. ശൂന്യത അല്ലെങ്കിൽ ഇല്ലായ്മ ഇത് പിശാചിന്റെ സൈനാണ് എങ്കിൽ നിസ്സംശയം പറയുവാൻ കഴിയും ദൈവത്തിന്റെ സൈൻ അത് നിറവ് തന്നെ. നോക്കൂ, അതേക്കുറിച്ച് ഭക്തരായ നമ്മൾ എത്രമാത്രം ബോധവാന്മാരായിരിക്കണം എന്നുള്ളതിൻ്റെ തെളിവാണ് വിശുദ്ധ വേദപുസ്തകം ആരംഭിക്കുന്നത് തന്നെ പിശാചിൻ്റെ ശൂന്യമാക്കുന്ന പ്രവൃത്തിയെ വിവരിച്ചുകൊണ്ടാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 2-ാമത്തെ വാക്യം. അതെ, അവിടെ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു, പിശാച് ശൂന്യമാക്കുന്നു. അർത്ഥം രൂപരഹിതമായിത്തീരുന്നു, ഷേപ്പ്ലെസ് ആയി മാറുന്നു, മനോഹരത്വം നഷ്ടപ്പെട്ടു പോകുന്നു. ആ അവസ്ഥയെക്കുറിച്ച് അധികം എന്നെ കേൾക്കുന്ന നിങ്ങളോട് വർണ്ണിക്കേണ്ട കാര്യമില്ല. കാരണം ആ അവസ്ഥയിലാണ് എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരും ആയിരിക്കുന്നത്. ഷേപ്പ്ലെസ് ആയി, രൂപരഹിതമായി, മനോഹരത്വം നഷ്ടപ്പെട്ട് ചില ഇല്ലായ്മകൾ മുഖാന്തരം, അല്ലേ, ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമായ ആവശ്യമായ ചിലത് ഇല്ലാതെയായിരിക്കുന്നു. പിശാച് അതിനെ ഇല്ലാതെയാക്കിയിരിക്കുന്നു. അതിൻ്റെ ഫലമായി ജീവിതത്തിൻ്റെ മനോഹരത്വം നഷ്ടപ്പെട്ടിരിക്കുന്നു. നോക്കൂ, ആ മനോഹരത്വം വളരെ സന്തോഷത്തോടെ ഭാര്യയും ഭർത്താവും കുഞ്ഞുങ്ങളും ഒന്നിച്ച് റോഡിലൂടെ നടന്നു പോകുന്നു. കാഴ്ചക്കാരായി നിങ്ങൾ ആ വഴിവക്കിലുണ്ട്. എത്ര സന്തോഷമാണ്, അല്ലേ? നമ്മൾ ആ കുടുംബത്തെ നോക്കുന്നത് തന്നെ, ആ ഫാമിലിയെ നോക്കുന്നത് തന്നെ നമുക്കും ഒരു സന്തോഷം, അവർക്കും ഒരു സന്തോഷം. നമ്മുടെ സന്തോഷം അസൂയയ്ക്ക് വഴിമാറുന്നു, അല്ലേ? അവരുടെ ആ സന്തോഷം അത് അഭിമാനമായി മാറുന്നു. അതാണ് മനോഹരത്വം. ഇനി അതേ സംഭവം തന്നെ പിശാച് പ്രവർത്തിച്ച് കുടുംബജീവിതത്തിനകത്ത് ശൂന്യത കൊണ്ടുവരുന്നു. എങ്ങനെ? ആ ഭർത്താവിനെ ഭാര്യയിൽ നിന്ന് അകറ്റിക്കളയുന്നു, ഭാര്യയെ ഭർത്താവിൽ നിന്ന് അകറ്റിക്കളയുന്നു, മക്കളെ കുടുംബത്തിൽ നിന്ന് മാതാപിതാക്കളിൽ നിന്ന് അകറ്റിക്കളയുന്നു. അങ്ങനെയുള്ള ഒരു സഹോദരിയെ, ഒരു സഹോദരനെ, മക്കളെ കണ്ടാൽ നമ്മുടെ ഭാവം എന്തായിരിക്കും? നേരത്തെ ഉണ്ടായതുപോലെ സന്തോഷമാണോ? ഒരിക്കലുമല്ല. പിന്നെ ഒരു പുച്ഛമായിരിക്കും, ഒരു നിന്ദയായിരിക്കും, അപമാനമായിരിക്കും. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ശരി തന്നെ നമ്മൾ എങ്ങനെയായിരിക്കും ചിന്തിക്കുന്നത്? ഓ, ഒരുത്തി അതാ പോകുന്നു, കുടുംബം നോക്കാൻ കഴിവില്ലാത്തവൾ, ഭർത്താവിനെ നോക്കാൻ കഴിവില്ലാത്തവൾ, ഇവനൊക്കെ മക്കൾ ജനിച്ചു, ഇവനൊക്കെ വേറെ, അല്ലേ? ഇതല്ലേ നിന്ന. അത് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ആ മനോഭാവം മനസ്സിലാക്കുമ്പോൾ, മനോഗതം മനസ്സിലാക്കുമ്പോൾ അവരുടെ ഭാവം എന്താണ്? സന്തോഷമാണോ? അല്ല, അപമാനം കൊണ്ട് അവരുടെ തലകുനിയും. ആ അപമാനം അവരെ ഭവനത്തിൽ നിന്ന് പുറത്തിറങ്ങുവാൻ കഴിയാത്ത അവസ്ഥയിലാക്കി തീർക്കും. അപ്പോൾ മനോഹരത്വം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ പിശാച് ചില ഇല്ലായ്മകളെ സമ്മാനിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരും. ജീവിതം വൈരൂപ്യമായി മാറുന്നു. രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോകുന്ന ഒരാളിനെ കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷം അത് തന്നെ. ജോലിയില്ലാതെ തേരാപ്പാര നടക്കുന്നവനെ കുറിച്ചുള്ള നമ്മുടെ മനോഭാവം, ഇവനൊക്കെ എന്തിന് നാട്ടിനും വീട്ടിനും ഭാരമായി ഇങ്ങനെ ജീവിക്കുന്നു, പോയി ചത്തുകൂടെ എന്ന് നമ്മൾ ആത്മഗതം ചെയ്യാറുണ്ട്. നമ്മളും ജോലിയില്ലാതെ തേരാപ്പാരയൊക്കെ നടക്കുന്നവരായിരിക്കാം, എങ്കിലും ആത്മഗതത്തിന് കുറവൊന്നുമില്ലല്ലോ, അല്ലേ? വൈരൂപ്യമായ ജീവിതം, ജോലിയില്ലായ്മ മുഖാന്തരം ജീവിതത്തിൻ്റെ മനോഹരത്വം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഷേപ്പ്ലെസ് ആയ ജീവിതം. എല്ലാത്തിനും ഒരു ഷേപ്പ് വേണം, അല്ലേ? ഓരോ പ്രായത്തിനനുസരിച്ച് മനുഷ്യർക്ക് ഷേപ്പ് വേണം. ചില രോഗങ്ങൾ വരുമ്പോൾ ആ ഷേപ്പ് നഷ്ടപ്പെട്ടു പോകും. നിങ്ങൾക്ക് തൊട്ടടുത്തെന്ന് തന്നെ പറയാം. എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരുമായി താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ RCC, തിരുവനന്തപുരം RCC ഏകദേശം 20 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോകുന്നത് കൊണ്ട് അകലം ഞങ്ങൾക്ക് ഫീൽ ചെയ്യാറില്ല. പലർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും മറ്റ് പല കാര്യങ്ങൾ അവിടെ നമുക്ക് ചെയ്യേണ്ടതുണ്ട്, അല്ലേ? പ്രാർത്ഥന മാത്രമല്ലല്ലോ, വിശക്കുന്നവന് ആഹാരം വേണമല്ലോ, കരയുന്നവൻ്റെ കണ്ണുനീരൊപ്പണമല്ലോ, അങ്ങനെ പല കാര്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ അവിടെ പോകാറുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് അറിയുവാൻ കഴിയുന്ന കാര്യമാണ്, രോഗം ചിലരുടെ ഷേപ്പ് നഷ്ടപ്പെടുത്തി കളയും. ഇപ്പോൾ അതൊരു ഭൗതികമായൊരു കാഴ്ചപ്പാട് മാത്രമായി നിങ്ങൾ കണക്കാക്കേണ്ട. ശരീരത്തിൻ്റെ ഷേപ്പ് മാത്രമല്ല, അവരുടെ കുടുംബത്തിൻ്റെ ഷേപ്പ് നഷ്ടപ്പെടുത്തി കളയും, കടക്കാരാക്കി മാറ്റും. അത് ഷേപ്പ്ലെസ് ആയി മാറുകയാണ്. സന്തോഷത്തെ നഷ്ടപ്പെടുത്തി കളയും. മക്കളെ അപ്പനില്ലാത്തവരും അമ്മയില്ലാത്തവരും ഇങ്ങനെ ഒക്കെ ആക്കി മാറ്റാറുണ്ട്. അപ്പോൾ ഷേപ്പ്ലെസ് ആയി മാറുന്നു, നിന്ദയും പരിഹാസവുമായി മാറുന്നു. അഭിമാനികളായവർ സഹതാപം കൊണ്ട് ജീവിക്കേണ്ട ഗതി, സ്തോത്രം, അത് വല്ലാത്തൊരു അവസ്ഥയാണ്, അല്ലേ? പിശാച് ചിലതിനെ ഇല്ലാതാക്കുന്നു. നോക്കൂ, രാവിലെ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ കുഞ്ഞുങ്ങൾ
16, 17, 18, 20 ഒക്കെ വയസ്സുള്ള കുഞ്ഞുങ്ങൾ പഠിക്കുവാൻ വേണ്ടി വലിയ ബാഗുമൊക്കെ തൂക്കി കോളേജിലോ സ്കൂളിലോ പോകുവാൻ വേണ്ടി നിൽക്കുന്നത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. അവരെക്കുറിച്ച് നമ്മൾ പറയും അഭിമാനത്തോടെ തന്നെ. അത് അവർക്കും ഒരു അഭിമാനമാണ്. അതേ സാഹചര്യത്തിൽ തന്നെ പഠനമൊക്കെ പകുതി വഴിയിൽ ഉപേക്ഷിച്ച് തേരാപ്പാര വായി നോക്കി നടക്കുന്ന ഒരു കൊച്ചിനെ കുറിച്ച് എന്തായിരിക്കും നമ്മൾ പറയുന്നത്? ഇത് തന്നെ പിശാച് പലതിനെയും ഇല്ലാതാക്കി നമ്മെ മറ്റുള്ളവർക്ക് അപമാനവും നിന്ദയും പരിഹാസ വിഷയവും ആക്കി മാറ്റും. അവിധത്തിൽ അപമാനിതരായി നിരാശയും വേദനയും സങ്കടവും സഹിച്ചായിരിക്കുന്ന നിങ്ങളോട് പറയട്ടെ, പിശാചിൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് എഴുതി മോശ പേന താഴെ വയ്ക്കുന്നില്ല, മറിച്ച് ദൈവത്തിൻ്റെ പ്രവൃത്തിയെ തുടർന്ന് വിവരിക്കുകയാണ്. ആ പിശാചിൻ്റെ പ്രവൃത്തിയെ ദൈവം തൻ്റെ വാക്കുകൊണ്ട് തകർക്കുന്നു. എന്താണ് ദൈവത്തിൻ്റെ വാക്കിന് മുമ്പിൽ സംഭവിക്കുന്നത്? ദൈവം കൽപ്പിച്ചു, ഫലമായി ഇല്ലാത്ത സ്ഥാനത്ത് പിശാച് പലതും ഇല്ലാതാക്കി രൂപരഹിതമാക്കി തീർത്ത ഭൂമി മനോഹരമായി മാറുവാൻ തക്കവണ്ണം നിറയുവാനായി തുടങ്ങി. ആ ശൂന്യതകളെ, പിശാച് ഉണ്ടാക്കിയ ശൂന്യതകളെ ദൈവം തൻ്റെ വാക്കിനാൽ നിറച്ചു. എനിക്കറിയത്തില്ല എത്ര കാലം എടുത്തു കാണും, എത്ര യുഗങ്ങൾ എടുത്തായിരിക്കും പിശാച് ഭൂമിയെ രൂപരഹിതമാക്കി മാറ്റിയത്. എത്ര കാലത്തെ പ്രയത്നത്തിൻ്റെ ഫലമായിരിക്കും പിശാച് ആ ഭൂമിയെ അതിൻ്റെ മനോഹരത്വത്തെ നഷ്ടപ്പെടുത്തി ശൂന്യമാക്കി മാറ്റിയത്. എന്നാൽ വേദപുസ്തകം വ്യക്തമായി പഠിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ എനിക്കൊന്ന് നന്നായി അറിയാം, ഒരൊറ്റ വാക്കിനാൽ പിശാചിൻ്റെ നീണ്ട വർഷങ്ങളുടെ പ്രവൃത്തിയെ ദൈവം നിഷ്ഫലമാക്കി. അതേ പ്രിയരെ, ഈ സമയം എന്നെ കേൾക്കുന്ന നിങ്ങളോടായി ഒരു പ്രവചന ദൂത് കൈമാറുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ പ്രേരിപ്പിക്കുക. നീണ്ട വർഷങ്ങളായി നീണ്ട നാളുകളായി പിശാച് പലതും പ്രവർത്തിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ പലതും ഇല്ലാതാക്കി വലിയ ശൂന്യത കൊണ്ടുവന്നു. അത് മുഖാന്തരം അഭിമാനത്തോടെ നിങ്ങൾ നിന്ന സഹിച്ച് അപമാനം സഹിച്ച് തലകുനിച്ചായിരിക്കുന്നു. അതേ അപമാനിച്ചവർ, നിന്ദിച്ചവർ, പരിഹസിച്ചവർ, അവർ ആശ്ചര്യപ്പെടുവാൻ തക്കവണ്ണം ആ ഇല്ലായ്മയെ എൻ്റെ ദൈവം നിറയ്ക്കുക. അതേ സഹോദരി, നീ എന്നായിരിക്കുന്ന ആ ഇല്ലായ്മ എൻ്റെ ദൈവം നിറച്ച് നിന്നെ ആശ്ചര്യമാക്കി മാറ്റുവാൻ പോകുക. അപമാനിച്ചവർ, നിന്ദിച്ചവർ ഓരോ ദിവസവും നോക്കുന്നുണ്ട്. ഇന്ന് ഞങ്ങൾക്ക് അവൻ്റെ ജീവിതം കണ്ട് പറഞ്ഞ് ചിരിക്കുവാൻ എന്തായിരിക്കും സംഭവിക്കുവാൻ പോകുന്നത്? ഇന്നലത്തേതിലും അധികം കഷ്ടതയിലൂടെ, തകർച്ചയിലൂടെ അവൻ കടന്നു പോകും. അപ്പോൾ അതേക്കുറിച്ച് കൂടുതൽ പറഞ്ഞ് സന്തോഷിക്കാം, നിന്നെക്കുറിച്ച് കൂടുതൽ പറഞ്ഞ് നിന്നെ വേദനിപ്പിച്ച് അവർക്ക് സന്തോഷിക്കാം. അങ്ങനെ നോക്കുന്നവർ ആശ്ചര്യപ്പെടുവാൻ പോകുക. ഈ ഭൂമി ശൂന്യമാക്കപ്പെട്ട, പിശാചിനാൽ ശൂന്യമാക്കപ്പെട്ട ഭൂമി നിറഞ്ഞ് മനോഹരമായി മാറിയതുപോലെ നിങ്ങളുടെ ജീവിതം നിറഞ്ഞ്, ആ ഇല്ലായ്മകൾ നിറഞ്ഞ് നിങ്ങൾ മനോഹരമായി മാറുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി വിശ്വസിക്കുന്നവർ ഒരു ആമേൻ പറഞ്ഞാട്ടെ. ആ ജോലി സ്ഥലത്ത്, ആ തൊഴിൽ മേഖലയിൽ പിശാച് വരുത്തിയ ഇല്ലായ്മ, ശൂന്യത, കൈനീട്ടി വാങ്ങുവാൻ ഒന്നുമില്ല. കൈ നീട്ടുന്നുണ്ട്, കയ്യിലോട്ട് കിട്ടുന്നില്ല. ചിലരുടെ കയ്യിൽ കിട്ടുന്നുണ്ട്, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കിട്ടുന്നത് അത്രമാത്രം തുച്ഛമായിരിക്കുന്നു. വലിയ ശൂന്യത. ഞാൻ ഇങ്ങനെ പറയുവാൻ ആഗ്രഹിക്കുന്നു, നശിപ്പിക്കുന്ന ശൂന്യത, നിന്നാപാത്രമാക്കി തീർക്കുന്ന ശൂന്യത, അപമാനിതരാക്കി തീർക്കുന്ന, കടക്കാരുടെ മുമ്പിൽ അപമാനിതരായി നിന്നാപാത്രമായി തലകുനിക്കുന്നത് നമുക്കറിയാം. എന്നാൽ സ്വന്തം ഭാര്യയുടെ മുമ്പിൽ നിന്നാപാത്രമായി തീരുന്ന അവസ്ഥ, സ്വന്തം മക്കളുടെ മുമ്പിൽ നിന്നാപാത്രമായി തീരുന്ന അവസ്ഥ, മാതാപിതാക്കളുടെ മുമ്പിൽ, സഹോദരങ്ങളുടെ മുമ്പിൽ നിന്നാപാത്രമായി തീരുന്ന അവസ്ഥ, സുഹൃത്തുക്കളുടെ മുമ്പിൽ നിന്നാപാത്രമായി തീരുന്ന അവസ്ഥ. എത്ര ഭയങ്കരം! അതെ, ആ അവസ്ഥയിൽ പിശാച് നിങ്ങളുടെ ജീവിതങ്ങളെ ആക്കിയിരിക്കുന്നു. അവിടെ എൻ്റെ കർത്താവ് നിറയ്ക്കുക. മറ്റുള്ളവരുടെ മുമ്പിൽ തല നിവർത്തി നിൽക്കുവാൻ, അവരുടെ ആവശ്യത്തിനൊത്തവണ്ണമുള്ളത് കൊടുക്കുവാൻ തക്കവണ്ണം നിങ്ങളുടെ കരങ്ങളിൽ എൻ്റെ കർത്താവ് തരിക. സ്തോത്രം! വിശ്വസിക്കുന്നവർ സ്തോത്രം പറഞ്ഞ് ഏറ്റെടുക്ക്. അതേ സഹോദരി, പിശാച് തകർത്തു കളഞ്ഞ, ശൂന്യമാക്കിയ നിന്റെ കുടുംബ ജീവിതത്തെ, അവിടെ നീ ഒറ്റയ്ക്കാണ്, നിന്റെ ഭർത്താവ് നിനക്കൊപ്പമില്ല. അപ്പോൾ നീ ഒരുപക്ഷെ നീ പറയും, ഇല്ല ദൈവദാസനെ, ഭർത്താവുണ്ട്, ഈ വീട്ടിനകത്ത് തന്നെ ഉണ്ട്. പക്ഷെ നീ ഒന്ന് ചിന്തിച്ചു നോക്ക്, സ്നേഹം കൊണ്ട്, ഹൃദയം കൊണ്ട്, മനസ്സുകൊണ്ട് നിങ്ങൾ ഒന്നായിരിക്കുന്നുവോ? ഇല്ല. ആ നാളുകൾ കഴിഞ്ഞു പോയിരിക്കുന്നു. എന്നെ മനസ്സിലാക്കുവാൻ കഴിയുന്ന, എന്നെ സ്നേഹിക്കുവാൻ കഴിയുന്ന, എനിക്കൊപ്പം നിൽക്കുവാൻ കഴിയുന്ന ആ ഭർത്താവല്ല. വേദനയാ. ഒരു ഭവനത്തിനകത്ത് അനേകം മൈലുകൾക്ക് അകലെ എന്നതുപോലെ കഴിയുന്ന ഭാര്യ, ഭർത്താവ് പിശാച് ശൂന്യമാക്കി. നിങ്ങളുടെ കുടുംബജീവിതത്തെ ചേർത്ത് നിർത്തിയ സ്നേഹത്തെ ശൂന്യമാക്കി, പരസ്പര വിശ്വാസത്തെ ശൂന്യമാക്കി, കെയറിങ്ങിനെ ശൂന്യമാക്കി. ശൂന്യമാക്കി. അത് മുഖാന്തരം നിന്നെ അനുഭവിക്കുക. പലരും പരിഹസിക്കുന്നുണ്ട്. സഹോദരി,
പല നിലകളിൽ പരിഹസിക്കുന്നുണ്ട്. എന്തിനാ നീ കെട്ടിക്കയറി വന്നത്? എന്തിനാ നീ ഒരു വിവാഹ ജീവിതത്തിലേക്ക് കാൽ വെച്ചത്? പരിഹാസമാ. മാതാവേ, പിതാവേ, നിന്റെ പൊന്നു മകളെക്കുറിച്ച് ഭർത്താവിൻ്റെ വീട്ടുകാർ പരസ്യ വിചാരണ നടത്തുക. നീ പോലും നിൽക്കുമ്പോൾ, നീ വളർത്തി വലുതാക്കിയ നിന്റെ മകളെക്കുറിച്ച് അവർ പറയുന്നത് കേട്ട് ഹൃദയം പൊട്ടുന്നുണ്ട്. പ്രതികരിക്കുവാൻ കഴിയാതെ ഉരുകിത്തീരുക. ആ കുറവിന് എൻ്റെ കർത്താവ് പരിഹാരം വരുത്തുക. അതേ പിശാച് അവിടെ ഇല്ലാതാക്കിയതിനെ എൻ്റെ കർത്താവ് നിറയ്ക്കുക. യേശുവിൻ നാമത്തിൽ വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞാട്ടെ. കർത്താവ് നിറയ്ക്കുക. മാതാവേ, പിതാവേ, നിന്റെ തലമുറയുടെ ജീവിതത്തെ കർത്താവ് നിറയ്ക്കുക. സഹോദരി, നിന്റെ ജീവിതത്തെ എൻ്റെ കർത്താവ് നിറയ്ക്കുക. പിശാച് ശൂന്യമാക്കി തീർത്ത നിന്റെ കുടുംബ ജീവിതത്തെ എൻ്റെ കർത്താവ് നിറയ്ക്കുക. നിനക്കൊപ്പം നിന്റെ ഭർത്താവ് സ്നേഹത്തിൽ ചേർന്ന് വരുവാൻ പോകുക. നിങ്ങൾ ഒരുമിച്ചായിരിക്കുന്നത് കണ്ട് നിങ്ങൾ അപമാനിക്കുവാനും നിന്ദിക്കുവാനും വായ് തുറക്കുവാൻ നോക്കിയിരിക്കുന്നവർ അവളൊന്ന് പുറത്തിറങ്ങിയിരുന്നുവെങ്കിൽ, അവളുടെ കണ്ണ് നിറഞ്ഞ് കണ്ടിരുന്നുവെങ്കിൽ, അവളുടെ മുഖം തടിച്ച് ഉറക്കമില്ലാതെ മുഖം തടിച്ച് കണ്ടിരുന്നുവെങ്കിൽ, എന്തെങ്കിലും കുത്തുവാക്കുകൾ പറഞ്ഞ് അവളെ വേദനിപ്പിക്കാമായിരുന്നു എന്ന് നോക്കിയിരിക്കുന്നവർ സന്തോഷമുള്ള തുടുത്ത മുഖത്തോടെ നിന്നെ കാണുവാൻ പോകുക. ദൂത സഹോദരി, നിന്നോട് തന്നെ സന്തോഷമുള്ള തുടുത്ത മുഖത്തോടെ നിന്നെ കണ്ട് അസൂയ കൊണ്ട ചില ദുഷ്ടമൃഗങ്ങൾ, ചില വേട്ടപ്പട്ടികൾ, പിശാചിൻ്റെ ചില വേട്ടപ്പട്ടികൾ നിന്നെ വാക്കുകൊണ്ട് പ്രവൃത്തി കൊണ്ട് വേട്ടയാടുന്ന സ്തോത്രം, ചിലത് ഉരുകി തീരുവാൻ പോകുക. നിന്റെ കുടുംബ ജീവിതത്തെ ശൂന്യമാക്കുവാൻ വേണ്ടി, നിന്റെ ഭാര്യ തമ്മിൽ തെറ്റിക്കുവാൻ വേണ്ടി ഒപ്പം നിന്ന് കളിച്ച ചില വേട്ടപ്പട്ടികൾ, ചില വേട്ടപ്പട്ടികൾ, പിശാചിൻ്റെ വേട്ടമൃഗങ്ങൾ, അതെ, അവരുടെ മുഖം ലജ്ജ കൊണ്ട് കുനിയുവാൻ പോകുക. സ്തോത്രം. അവർ പല്ല് കടിച്ച് ഉരുകി പോകുക. യേശുവിൻ നാമത്തിൽ ദൂത സഹോദര, നിന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നത് അതുതന്നെ നിന്റെ കുടുംബജീവിതത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണം നിന്റെ പ്രിയപ്പെട്ടവർ തന്നെയാണ്. പിശാച് അവരെയാണ് കരങ്ങളിലെടുത്തത്. നിന്റെ ഭാര്യ ഇന്ന് നിന്റെ ഭാര്യ അല്ലാതായി തീർന്നിരിക്കുന്നു. നിനക്ക് വിലയേറിയത് പലതും നിന്റെ ഭാര്യയിൽ നിന്ന് നിന്നെ അകറ്റിക്കളയുവാൻ ഇടയാക്കി. നീ വിലയേറിയതെന്ന് കണ്ട പലതും അതേ, പ്രാർത്ഥിക്കുക. പിശാച് കൊണ്ടുവന്ന ആ ശൂന്യതയെ ദൈവം നിറയ്ക്കുക. അമ്മേൻ. മാതാവേ, പിതാവെ, പ്രാർത്ഥിക്കുക. നിങ്ങൾക്കൊപ്പം നിങ്ങളുടെ മക്കൾ ചേർന്ന് വരുവാൻ പോകുക. ആ ഭവനത്തിനകത്ത് വിരുന്നുകാർ വരുമ്പോൾ, പരിചയക്കാർ വരുമ്പോൾ, നിന്റെ മകൻ എവിടെ, മകൾ എവിടെ എന്ന് ചോദിക്കുമ്പോൾ, പാപ്പാ ആ മുറിക്കകത്ത്, ഈ മുറിക്കകത്ത് ട്യൂഷന് പോയിരിക്കുന്നു, കൂട്ടുകാരുടെ വീട്ടിൽ പോയിരിക്കുന്നു, ആ പാപ്പാ, അത് മാറുവാൻ പോകുക. സ്തോത്രം. ഡോർബെല്ലിൻ്റെ ശബ്ദം കേട്ട് നീ വാതിൽ തുറക്കുന്നതിന് മുമ്പേ സന്തോഷത്തോടെ നിന്റെ തലമുറകൾ വന്ന് വാതിൽ തുറന്ന് നിന്റെ അതിഥികളെ സ്വീകരിക്കുവാൻ പോകുക, നിന്റെ ബന്ധുക്കളെ സ്വീകരിക്കുവാൻ. താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ മാതാവേ, അതങ്ങനെ സംഭവിക്കുവാൻ പോകുക. പിതാവേ, നിന്നോടുള്ള സ്തോത്രം, അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. ആമേൻ. മക്കളൊന്നിച്ച് നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുവാൻ പോകുക. ഒരു ചോദ്യത്തിന് ഒത്തിരി ഉത്തരങ്ങൾ പറയുന്ന മക്കൾ. സ്തോത്രം. ഒരു ചോദ്യത്തിന് മുമ്പിൽ നിന്ന് ഓടി ഒളിക്കുന്ന മക്കളിൽ നിന്നുള്ള മാറ്റം ഞാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ പ്രവചിക്കുക. മാതാവേ, എന്ത് പഠിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ മക്കൾ പാപ്പാ എന്ന് പറഞ്ഞ് പോവുകയാണ്. ഫോൺ വരുന്നു എന്ന് പറഞ്ഞ് പോവുകയാണ്. ഫോണും എടുത്ത് പോവുകയാണ്. നീ ചായ എടുക്കട്ടെ എന്ന് ചോദിക്കുക, ഉത്തരം പറയുവാനില്ല. ഒരു ചോദ്യത്തിന് ഉത്തരം പറയുവാനില്ലാത്തത് കൊണ്ട് പല കാര്യങ്ങൾ പറഞ്ഞ് ശ്രദ്ധ തിരിച്ചുവിടുകയാണ്. ഇനി അതുണ്ടാകത്തില്ല. എന്തിന് പഠിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ പഠിക്കുന്ന കോഴ്സും നിങ്ങൾ അച്ചീവ് ചെയ്യുവാൻ പോകുന്ന ലക്ഷ്യങ്ങളും നിങ്ങളുടെ സ്വപ്നങ്ങളും തലമുറകൾ വാതോരാതെ പറയുവാൻ പോകുക. അതിന് തക്കവണ്ണം അവരിലുള്ളതിനെ കുറിച്ച് മറ്റുള്ളവരോട് അഭിമാനത്തോടെ പറയുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ അതേ ചോദിച്ച ചോദ്യം കുറിക്കൊണ്ടു എന്ന് ഉള്ളം കൊണ്ട് ചിരിക്കുന്നവർ ചോദിക്കേണ്ടായിരുന്നു എന്ന് പറയുവാൻ പോകുക. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക് യേശുവിൻ നാമത്തിൽ നിന്റെ തലമുറകളുടെ ജീവിതത്തിൽ പിശാച് വരുത്തിയ ശൂന്യത അത് മാറിപ്പോകുക. ആമേൻ. പിശാച് ശൂന്യമാക്കി. അവിടെ വിദ്യാഭ്യാസത്തെ തകർത്തു. അവിടെ വലിയൊരു ശൂന്യത കൊണ്ടുവന്നു. പഠനം കഴിഞ്ഞു, നഴ്സിംഗ് കഴിഞ്ഞു, ജോലിക്ക് കയറുവാൻ കഴിയില്ല. കയറി കുറച്ച് ദിവസം കഴിഞ്ഞ് വലിയൊരു ശൂന്യത, ഒരു വലിയ ഗ്യാപ്പായി മാറി. തുണിക്കടയിൽ സെയിൽസിന് പോകാൻ വേണ്ടി ആലോചിക്കുന്നുണ്ട്. സ്തോത്രം. നഴ്സിംഗ് കഴിഞ്ഞ BSc നഴ്സാ, ഗ്യാപ്പ് വന്നു. ഫലം, ഇനി ജോലി കിട്ടത്തില്ല, നല്ല നിലയിൽ ജീവിക്കേണ്ടതാ. സഹോദരി, നിന്നോടാ ആ ശൂന്യതയെ എൻ്റെ കർത്താവ് നിറയ്ക്കുകയാണ്. നീ ആഗ്രഹിച്ചതുപോലെ പ്രാപിക്കുവാനും നേടുവാനും വളരുവാനും തക്കവണ്ണം സ്തോത്രം നിന്റെ കരിയറിനെ എൻ്റെ കർത്താവ് ഡെവലപ്പ് ചെയ്യുക. യേശുവിൻ നാമത്തിൽ. താങ്ക് ഗോഡ്. അമ്മേൻ.
മക്കളെ, നിങ്ങളുടെ കരിയറിനെ കർത്താവ് ഡെവലപ്പ് ചെയ്യുക. നിങ്ങൾ ഡെവലപ്പ് ചെയ്ത് ഇങ്ങനെയായി പിശാച് അതിനെ ഡെവലപ്പ് ചെയ്യുക. യെസ്, ഓ താങ്ക് ഗോഡ്. അമ്മേൻ, ആ ശൂന്യതയെ മാറ്റിക്കളയുക. ഭാവിയെ തകർത്ത് കളയുന്ന ആ ശൂന്യതയെ രോഗിയാക്കി പലതിനെയും ശൂന്യമാക്കുന്ന പിശാചിൻ്റെ പദ്ധതി, നന്മയെ കവർന്നെടുക്കുന്നു, പേര് പെരുമ എല്ലാം കവർന്നെടുക്കുന്ന ആ ശൂന്യതയ്ക്ക് പരിഹാരം വരുവാൻ പോകുക. അതേ, യേശു നിന്നെ സൗഖ്യമാക്കുക. യേശു നിന്നെ സൗഖ്യമാക്കുക. ഒരുപക്ഷെ ഇപ്പോൾ ഈ മെസ്സേജ് കേൾക്കുമ്പോൾ തന്നെ ആ സൗഖ്യം നിങ്ങൾ അനുഭവിക്കുവാൻ പോകുക. ഓ താങ്ക് ഗോഡ്. സ്തോത്രം പറഞ്ഞ് ഏറ്റെടുത്താട്ടെ. ആ സൗഖ്യം ശരീരത്തിന് മേൽ വെളിപ്പെടുക. ആ സൗഖ്യം മനസ്സിൽ വെളിപ്പെടുക. ആ സൗഖ്യം അതെ അത് തലമുറകളിൽ വെളിപ്പെടുക, നിങ്ങളുടെ പങ്കാളിയിൽ വെളിപ്പെടുക. യെസ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. ഓ താങ്ക് ഗോഡ്. അമ്മേൻ, അമ്മേൻ. സ്തോത്രം. പിശാച് ശൂന്യമാക്കി അവൻ ആ ബിസിനസ്സിൽ നിന്ന് എന്താ ലാഭം ഉണ്ടാകേണ്ടതായി, ഇപ്പോൾ നഷ്ടമുണ്ടായി. ഫലം വലിയൊരു ശൂന്യത ഉണ്ടായി. അത് മുഖാന്തരം അഭിമാനത്തോടെ നിൽക്കേണ്ടവർ അല്ലേ, ആ അഭിമാനം പ്രതീക്ഷിച്ചല്ലേ തുടങ്ങിയത്. 4 പേരുടെ മുമ്പിൽ നിൽക്കണം, 4 പേർക്ക് ജോലി കൊടുക്കണം, സമൂഹത്തിൽ മറ്റുള്ളവർക്ക് ഒരു മാതൃകയാവണം അല്ലേ, അതല്ലായിരുന്നു ആഗ്രഹം. ഇന്നോ മാതൃകയാണ്. മാനം മര്യാദയ്ക്കും ജീവിക്കണം, അവനെ കണ്ട് പടിയെന്ന് പലരും പറഞ്ഞ് പരിഹസിക്കുവാൻ തുടങ്ങി. അത് മാറുവാൻ പോകുക, ആ വാക്കുകൾ മാറുവാൻ പോകുക. യെസ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. പിശാച് ശൂന്യമാക്കിയതിനെ എൻ്റെ ദൈവം നിറയ്ക്കുവാൻ പോകുക. നീണ്ട നാളുകൾ പണിയെടുത്ത്, വർഷങ്ങൾ പണിയെടുത്ത് പിശാച് ശൂന്യമാക്കിയ നിന്റെ ജീവിതത്തെ എൻ്റെ കർത്താവ് വാക്കിനാൽ നിറയ്ക്കുക. അവൻ കൽപ്പിച്ചു ഉണ്ടായി, അവൻ കൽപ്പിച്ചു ഉണ്ടായി. അതേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഇപ്പോൾ ഞാൻ കൽപ്പിക്കുക, യേശുവിൻ നാമത്തിൽ ചിലത് ഉണ്ടായി വരട്ടെ. ചില ശൂന്യതകളെ നിറയ്ക്കുന്ന ചിലത് ഉണ്ടായി വരട്ടെ. യെസ്, അമ്മേൻ. അപ്പോ പിശാച് വർഷങ്ങൾ കൊണ്ട് പണിയെടുത്ത് ഉപ്പാട് വന്ന് തകർത്ത് കളയുന്നതിനെ എൻ്റെ കർത്താവ് ഞൊടി നേരം കൊണ്ട് നിറയ്ക്കും. ആ കർത്താവിൻ്റെ സന്നിധിയിലും നമ്മളായിരിക്കുന്നു. അപ്പോൾ അതേക്കുറിച്ചാണ് ഇന്ന് പകൽ ദൈവകൃപയിൽ ആശ്രയിച്ച് അല്പമായി നാം ധ്യാനിക്കുവാനായി പോകുന്നത്. എന്താണ് പിശാച് ശൂന്യമാക്കിയ നമ്മുടെ ജീവിതാനുഭവങ്ങളെ, പലതിനെയും ഇല്ലാതാക്കി നമ്മുടെ ജീവിതത്തിൽ നിന്നയും നിരാശയും അപമാനവും കൊണ്ടുവന്നു. അതിനെ എങ്ങനെ കർത്താവ് യേശു ക്രിസ്തുവിനാൽ നിറപ്പിച്ച് അഭിമാനത്തോടെ, സന്തോഷത്തോടെ, സമാധാനത്തോടെ നിൽക്കുവാൻ കഴിയും? ഈ ചോദ്യത്തിന് ഉത്തരം തേടി പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞാൻ മുട്ടുമടക്കി. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രാർത്ഥനയുടെ മധ്യേ എനിക്കൊരു വചനം നൽകി. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ നിങ്ങൾക്കും അത് കാണുവാനായിട്ട് കഴിയും. ഇറങ്ങിയവൻ സകലത്തെയും നിറയ്ക്കേണ്ടതിന് സ്വർഗത്തിന് മീതെ കയറിയവനും ആകുന്നു. അതേ, ഈ വചനം ഇന്ന് എന്നെ കേൾക്കുന്ന നിങ്ങളെ നിറയ്ക്കുവാൻ പോകുക. നിങ്ങളുടെ ജീവിതത്തിൽ വർഷങ്ങൾ പണിയെടുത്ത് പിശാച് വരുത്തിയ ശൂന്യതകൾ ഈ വചനം സകലത്തെയും നിറയ്ക്കുമാറാക്കിയ ശക്തിയേറിയ ഈ വചനം നിറയ്ക്കുവാൻ പോകുക. അതിനു മുമ്പ് ഈ വചനത്തെക്കുറിച്ച് ഒരു വാക്ക് പറഞ്ഞിട്ട് നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് പോകാം. എങ്ങനെയാണ് ദൈവം ശൂന്യതയെ നിറയ്ക്കുന്നത്? നിറയ്ക്കേണ്ടതിനായി വചനം പറയുന്നു, അവൻ സ്വർഗങ്ങളിൽ കയറി. അർത്ഥം, നമ്മളായിരിക്കുന്ന ഭൂമിയിൽ നിന്ന് താഴെ നിന്നല്ല ദൈവം നമ്മുടെ ശൂന്യതകളെ നിറയ്ക്കുന്നത്. നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമ്മളായിരിക്കുന്ന ഭൂമിയിൽ നിന്ന് നമുക്ക് കാണുകയും കേൾക്കുകയും അറിയുകയും ചെയ്യുവാൻ കഴിയുന്നത് കൊണ്ട് ദൈവം നമ്മുടെ ശൂന്യതയെ നിറയ്ക്കണം. പക്ഷേ ദൈവം നിറയ്ക്കുന്നത് സ്വർഗീയമായത് കൊണ്ടാണ്, സ്വർഗത്തിൽ നിന്നുള്ളത് കൊണ്ടാണ്. എന്താണ് സ്വർഗീയമായതിൻ്റെ പ്രത്യേകത? ആ പ്രത്യേകത പുറപ്പാട് പുസ്തകം 16-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. അത് മന്നയാണ്. ജനം പ്രതീക്ഷിച്ചത് എന്താണ്? ഈ ഭൂമിയിൽ നിന്നുള്ളതാണ് ജനം പ്രതീക്ഷിച്ചത്. അവർ അന്ന് വരെ ഭക്ഷിച്ചിട്ടുള്ളതുപോലെ അവർ ഫറവോൻ്റെ ഇറച്ചിക്കലത്തിൻ്റെ അടുക്കലായിരുന്നു. അതുകൊണ്ട് തന്നെ ഫറവോൻ തിന്നിട്ടിടുന്ന എച്ചിൽ അവർക്ക് കിട്ടി. അവർ ഫറവോൻ തിന്ന് ശേഷിപ്പിക്കുന്ന ആ മിച്ചത്തെ എക്സ്പെക്റ്റ് ചെയ്തു. ബട്ട് ദൈവം അവർക്ക് കൊടുത്തതോ സ്വർഗങ്ങളിൽ നിന്ന് ദൂതന്മാരുടെ ഭക്ഷണം അവർക്ക് നൽകി. മീൻസ് ഏറ്റവും പ്രീഷ്യസ് ആയുള്ളത് ദൈവം തൻ്റെ ഭക്തന് വേണ്ടി നൽകുന്നു. നമ്മുടെ എക്സ്പെക്റ്റേഷൻ അനുസരിച്ചുള്ളതല്ല, അതിനപ്പുറമായി ദൈവത്തിൻ്റെ പ്രാപ്തിക്കൊത്തവണ്ണം എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രിയരെ, നിങ്ങളുടെ എക്സ്പെക്റ്റേഷന് അപ്പുറമായി ദൈവം ചിലത് നൽകി നിങ്ങളെ മാനിക്കുവാൻ പോകുക. ഏറ്റവും പ്രീഷ്യസ് ആയത് നോക്കൂ, മന്ന പ്രീഷ്യസ് ആണ്. കാരണം അത് മറ്റുള്ളവർ ഭക്ഷിച്ച് അല്ലെങ്കിൽ മറ്റുള്ളവർ ഉപയോഗിച്ച് ഉപേക്ഷിച്ച് കളഞ്ഞതല്ല, അത് ദൂതന്മാരുടെ ഭക്ഷണമാണ്, ദൈവത്തിൻ്റെ തോട്ടത്തിൽ വിളയുന്നതാണ്. ഓ താങ്ക് ഗോഡ്. ഈ ഭൂമിയിൽ നിന്ന് നമ്മൾ എന്തൊക്കെ നേടിയെടുത്താലും അതിനുമേൽ അവകാശം പറയുവാൻ ഒരുത്തൻ വരും, ഈ ലോകത്തിൻ്റെ പ്രഭുവായ പിശാച്. അതുകൊണ്ടാണ് ഇവിടെ നിങ്ങൾ വളരെ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് നേടിയെടുക്കുന്ന പലതും പിശാച് പുഷ്പം പോലെ
കൊണ്ടുപോകുന്നത്. എന്നാൽ ദൈവം നിങ്ങൾക്ക് തരുമ്പോൾ, ആകാശത്തിൻ്റെ കിളിവാതിലുകളെ തുറന്ന് സ്ഥലം പോരാതെ വണ്ണം നിങ്ങൾക്ക് തരുമ്പോൾ അതിനുമേൽ അവകാശം പറയുവാൻ ആർക്കും കഴിയത്തില്ല. ഒരുപക്ഷെ ഇത് ഏറ്റവും സന്തോഷം പ്രദാനം ചെയ്യുന്ന കാര്യമായിരിക്കുന്നത് പോലെ തന്നെ പലപ്പോഴും ദൈവത്തിൽ നിന്ന് പലരും പിന്മാറി പോകുവാനുള്ള കാരണവുമായി മാറാറുണ്ട്. എങ്ങനെയൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നത് ലോകത്തിൽ നിന്നുള്ളതാണ്. മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട ദൈവത്തിൻ്റെ ജനം മരുഭൂമിയിൽ പ്രതീക്ഷിച്ചത് ഫറവോൻ്റെ ഇറച്ചിക്കലത്തിൻ്റെ മൂട്ടിൽ നിന്ന് അവർക്ക് കിട്ടുന്നത് പോലെയുള്ളതാണ്. എന്നാൽ ദൈവം കൊടുത്തത് സ്വർഗത്തിൽ നിന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പറയട്ടെ, നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലുള്ളതായിരിക്കണമെന്നില്ല പലപ്പോഴും ദൈവം നമുക്ക് തരുന്നത്. അത് തിരിച്ചറിയുവാൻ പറ്റാതെ വരുമ്പോൾ ദൈവം തരുന്നത് പ്രീഷ്യസ് ആയതാണ്, എൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്നതാണ്. നോക്കൂ, ആ മന്നയാണ് മരുഭൂമിയിൽ 40 വർഷം ജീവിക്കുവാൻ അവർക്ക് പ്രാപ്തി നൽകിയത്. ദൈവം തരുന്നത് നമ്മെ ശക്തമാക്കുന്നതാണ്. ദൈവം തരുന്നത് നമ്മൾ ചോദിക്കുന്നതല്ല. അതെ, അങ്ങനെ പറഞ്ഞു തരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ ചോദിക്കുന്നതല്ല, നമുക്ക് ഏറ്റവും വേണ്ടത് ദൈവം തരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ചിലപ്പോൾ പിണങ്ങും. നമുക്ക് പ്ലാനിങ് ഒക്കെ കാണുമല്ലോ, ഇന്നത് കിട്ടണം, ഇന്ന ജോലി കിട്ടണം, ഇന്ന അഡ്മിഷൻ കിട്ടണം, ഇതുപോലുള്ള ഭർത്താവിനെ കിട്ടണം, ഇതുപോലുള്ള മക്കളെ കിട്ടണം, അല്ലേ? ഈ പ്ലാനിങ്ങിന് ഒത്തവണ്ണം നടക്കാതിരിക്കുമ്പോൾ നമുക്ക് സങ്കടം വരും. പക്ഷെ ദൈവം തരുന്നത് നിനക്ക് ഏറ്റവും നല്ലതാണ്. ദൈവം തരുന്നത് അവൻ സ്വർഗീയമായതാണ് തരുന്നത്. അത് നിന്റെ ജീവിതത്തിന് ശക്തി പകരും, നിലനിൽപ്പ് സാധ്യമാക്കി തീർക്കും. അതുകൊണ്ട് പിണങ്ങരുത്, ദൈവം ഏറ്റവും നല്ലത് തരും. ഞാൻ ശുശ്രൂഷയിലേക്ക് ഇറങ്ങിയപ്പോൾ പലരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്നത് തന്നെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു. എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ സഹോദരങ്ങൾ, എൻ്റെ ബന്ധുക്കൾ, അവരെല്ലാം എന്നെ ചവിട്ടി പുറത്താക്കി. ഞാൻ ഒറ്റയ്ക്കായി തീർന്നു എന്ന് പറയുമ്പോൾ അവരുടെ ഇടയിൽ നിന്ന് ഞാൻ ഓടിപ്പോയില്ല. എൻ്റെ മാതാപിതാക്കളും എൻ്റെ സഹോദരങ്ങളും, എനിക്ക് ഒരുപാട് സഹോദരങ്ങൾ ഉണ്ട്. അതെ, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ പിറന്നവൻ മാത്രമല്ല, എൻ്റെ അമ്മയുടെ ഉദരം പങ്കുവെച്ചവരിൽ നിന്ന് ഉത്ഭവിച്ച ഒത്തിരി സഹോദരങ്ങൾ എനിക്കുണ്ട്. ഒരേ പ്രായമുള്ള, ചെറിയ പ്രായ വ്യത്യാസമുള്ള ഒത്തിരി പേർ. അങ്ങനെ ഉള്ളവരുടെ മധ്യത്തിലെല്ലാം ഞാൻ ഒറ്റപ്പെട്ടു. എൻ്റെ ഒരു രീതി വെച്ചിട്ട് ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, എന്നെ ഇന്നൊരാളിന് വേണ്ടെങ്കിൽ എനിക്ക് മെനിഞ്ഞാന്നേ വേണ്ട. ആ ഒരു മനോഭാവമാണ് എനിക്ക്. അതിങ്ങനെ നമുക്ക് പറയാൻ പറ്റുമെങ്കിലും പലപ്പോഴും വേദന വരും, അല്ലേ? സഹോദരി, സങ്കടം വരുന്നില്ലേ? കണ്ണ് നിറയുന്നില്ലേ? അതങ്ങനെയാണ്. അവർ മാറി നിൽക്കുമ്പോൾ, അവർ മിണ്ടാതിരിക്കുമ്പോൾ, ഈ പ്രായമായവർ മിണ്ടാതിരിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ലെന്ന് വയ്ക്കാം. പക്ഷേ നമ്മുടെ സമപ്രായമുള്ള സഹോദരങ്ങളൊക്കെ, അവന്മാരൊക്കെ ഈ പെണ്ണുങ്ങളുടെ വാക്ക് കേട്ട് മിണ്ടാതെ നടക്കുമ്പോൾ വല്ലാത്ത സങ്കടം വരാറുണ്ട്. എല്ലാവരും ഉള്ളവനിൽ നിന്ന്, ഒരുപാട് പേർ ഉണ്ടായിരുന്നവനിൽ നിന്ന് ആരുമില്ലാത്തവനായി തീർന്ന അവസ്ഥ, അതൊരു വേദനയായി ഇങ്ങനെ അവസ്ഥ. ചർച്ചിൻ്റെ റൂഫിൽ നിന്ന് ഞാൻ താഴെ വീഴുകയും 3 ഡിസ്ക് കംപ്രസീവ് ഫ്രാക്ചർ ആവുകയും ഞാൻ അനന്തപുരി എന്ന് പറയുന്ന നമ്മുടെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയും ചെയ്ത വിവരം നിങ്ങൾക്കറിയാമല്ലോ. ഞാൻ ഇതിനെക്കുറിച്ച് എന്താ പറയുന്നതെന്ന് ചോദിച്ചാൽ, അന്നാണ് ദൈവം തരുന്ന സ്വർഗീയമായതിനെക്കുറിച്ച് എനിക്ക് മനസ്സിലായത്. എൻ്റെ കണ്ണുനീരിനും എൻ്റെ വേദനയ്ക്കും പ്രതിഫലമായി ദൈവം തന്ന സ്വർഗീയമായത്. പ്രിയരെ, ഒരുപാട് അമ്മമാർ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് വിളിച്ച്, ഒരമ്മയുടെ ആശ്വാസം നിഷേധിക്കപ്പെട്ടപ്പോൾ ഒത്തിരി അമ്മമാർ വിളിച്ച് ആശ്വസിപ്പിക്കുക. അവർ പലതും പറഞ്ഞു, ഒന്നും പേടിക്കേണ്ട, ഞങ്ങളെല്ലാം പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരുപാട് അമ്മമാരുടെ പ്രാർത്ഥന. പലരും വിളിച്ചിട്ട്, മോനെ, ഞാനിനി നിന്നെ എൻ്റെ മകനായിട്ട് കണ്ടുകൊള്ളട്ടെ. എന്ത് സന്തോഷമാണ്. സഹോദരങ്ങൾ പല രാജ്യങ്ങളിൽ നിന്ന്, സഹോദരങ്ങളായവർ, അതുവരെ സംസാരിച്ചിട്ടില്ലാത്തവർ. ഞാൻ വീണ വിവരം, ആശുപത്രിയിലായ വിവരം ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുക, അങ്ങനെയൊന്നുമില്ല ചെയ്തത്. ഞാൻ മെസ്സേജ് ഇട്ടപ്പോൾ അവർ അറിഞ്ഞതാണ്. അപ്പോൾ ഒത്തിരി പേർ വിളിക്കുന്നു, അതുവരെ വിളിച്ചിട്ടില്ലാത്തവർ വിളിക്കുന്നു, സംസാരിക്കുന്നു. അങ്ങനെ ഒരുപാട് പേർ. ഇത് തന്നെ നമുക്കൊപ്പമുള്ള ബന്ധുക്കളും സഹോദരങ്ങളുമാണ് ആ ഒരു അവസ്ഥയിൽ വലിയൊരു ചിലവ് വരുന്ന ഒരു ഹോസ്പിറ്റൽ ട്രീറ്റ്മെൻറ്റിൻ്റെ അവസ്ഥയിലായിരിക്കുമ്പോൾ ഏകദേശം 90%, 100% ഞാൻ പറയുന്നില്ല, എന്തായിരിക്കും താഴെ സംഭവിക്കുന്നത്? താഴെ ഭയങ്കര തർക്കമായിരിക്കും. അവൻ കുറ്റം കണ്ടുപിടിക്കലായിരിക്കും. ഇതിനൊക്കെ ചിലവ് ആര് വഹിക്കുമെന്നുള്ള തർക്കമായിരിക്കും. അങ്ങനെ പല തർക്കങ്ങളുമായിരിക്കും. എന്നാൽ ഇവിടെ തർക്കങ്ങളൊന്നുമില്ല. ദൈവം നമ്മുടെ ജീവിതത്തിൽ തരുന്നത് അങ്ങനെ തർക്കമുണ്ടാക്കുന്നതല്ല, നമുക്ക് സന്തോഷം പ്രദാനം ചെയ്യുന്നതാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറമായുള്ളത്, സ്വർഗീയമായത് നൽകി ദൈവം നിങ്ങളെ മാനിക്കും. അതുകൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നത് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട. ഏറ്റവും നല്ലത് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം നൽകും. അപ്പോൾ പ്രാർത്ഥിച്ചാലോ? എല്ലാവരും പ്രാർത്ഥിക്കണം, ആരും പ്രാർത്ഥിക്കാതിരിക്കരുത്. ഈ പ്രാർത്ഥന അത് നിങ്ങളെ നിറയ്ക്കും. അതെ, ഈ വചനം വെച്ചുള്ള പ്രാർത്ഥന നിങ്ങളെ നിറയ്ക്കും. പ്രാർത്ഥിച്ചോ. യേശുവേ, സകലത്തെയും നിറയ്ക്കേണ്ടതിനായി സ്വർഗാദി സ്വർഗങ്ങളിൽ കയറിയവനെ, പിശാച് എൻ്റെ തൊഴിലിനെ ഇല്ലാതാക്കി, എൻ്റെ ജീവിതത്തിൽ വലിയ ശൂന്യത വരുത്തി, അപമാനിതനും നിന്ദിതനും തല കുനിഞ്ഞവളുമാക്കി എന്നെ മാറ്റി. അപ്പാ, ആ ശൂന്യത നീ നിറയ്ക്കണമേ.
അപ്പോൾ ആ ശൂന്യതയെ നീ നിറയ്ക്കണമേ. പ്രാർത്ഥിച്ചാട്ടെ, ആ ശൂന്യത നിറയുക. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസത്തോടെ വചനം ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ അതേ ആ ശൂന്യതയ്ക്ക് കാരണമായ തൊഴിലില്ലായ്മ പരിഹരിക്കപ്പെടുക. സഹോദര, നീ ജോലിക്കാരനായി മാറുവാൻ പോകുക. നീണ്ട വർഷങ്ങളായി സ്ഥിര വരുമാനമില്ലാതെ, ഓ സ്തോത്രം, പറയുവാൻ തക്കവണ്ണം നല്ലൊരു ജോലിയില്ലാതെ വീട്ടിനകത്ത് അടച്ചിരിക്കുന്ന നീ ജോലിക്കാരനായി പുറത്തു വരുവാൻ പോകുക. നിന്റെ ജീവിതം മനോഹരമായി മാറുവാൻ പോകുക. യെസ്, മറ്റുള്ളവർക്ക് പറയുവാൻ തക്കവണ്ണം പല കാര്യങ്ങളും നിന്നോട് പങ്കുവയ്ക്കുവാൻ തക്കവണ്ണം നീ ജോലിക്കാരനായി മാറുവാൻ പോകുക. കുഞ്ഞെ, പഠനം കഴിഞ്ഞ് ഒത്തിരി നാളായി നല്ലൊരു ജോലി കിട്ടിയില്ല, ഭാരത്തോടെ ആയിരിക്കുന്നു. പ്രാർത്ഥിക്ക്. സകലത്തെയും നിറയ്ക്കേണ്ടതിനായി സ്വർഗാദി സ്വർഗങ്ങളിൽ കയറിയവൻ സ്വർഗീയമായതും നൽകി നിന്റെ ശൂന്യതയെ നിറയ്ക്കുക. നിന്റെ ജീവിതത്തെ മാറ്റുന്ന, നിന്റെ ലൈഫിനെ മാറ്റുന്നത്. യെസ്, യേശുവിൻ നാമത്തിൽ കാത്തിരിപ്പിന് അറുതിയാവുക. ഏറ്റവും നല്ലത് അനുകൂലമായ ജോലി സാഹചര്യം അവിടെ വെളിപ്പെട്ട് വരിക. ആ ശത്രുവിന്റെ തല തകർക്കപ്പെടുക. ശൂന്യത ഉണ്ടാക്കുവാൻ തക്കവണ്ണം പിശാച് ജോലി സ്ഥലത്ത് നിനക്ക് വിരോധമായി എഴുന്നേൽപ്പിക്കുന്ന ആ ശത്രുവിന്റെ തല തകർക്കപ്പെടുക. പ്രാർത്ഥിക്കുക, വചനം വെച്ച് പ്രാർത്ഥിക്കുക. സഹോദരി, പ്രാർത്ഥിക്കുക. യേശുവേ, സകലത്തെ നിറയ്ക്കേണ്ടതിനായ സ്വർഗാദി സ്വർഗങ്ങളിൽ കയറിയവനെ, പിശാചിന്റെ ജീവിതത്തിൽ വരുത്തിയ ശൂന്യത, എൻ്റെ ഭർത്താവിനെ എന്നിൽ നിന്ന് അകറ്റി, എൻ്റെ മക്കളെ എന്നിൽ നിന്ന് അകറ്റി, എൻ്റെ ബന്ധുക്കളെ എന്നിൽ നിന്ന് അകറ്റി, നിന്ദിതയും അപമാനിതയും തലകുനിച്ചവളുമാക്കി മാറ്റി. അതേ ആ ശൂന്യത എൻ്റെ യേശുവേ അങ്ങ് നിറയ്ക്കണമേ. സഹോദരി, പ്രാർത്ഥിക്കുക. യേശുവപ്പാ അങ്ങ് നിറയ്ക്കണമേ. സഹോദര, പ്രാർത്ഥിക്ക്. യേശുവേ അങ്ങ് നിറയ്ക്കണമേ. എൻ്റെ ഭവനത്തിനകത്ത് വന്ന ശൂന്യത, എൻ്റെ ഭാര്യ എന്നിൽ നിന്ന് അകറ്റി എൻ്റെ ഭവനത്തിനകത്ത് പിശാച് കൊണ്ടുവന്ന ശൂന്യത മാറണമേ. ഇരുട്ട് പിടിച്ച അവസ്ഥ മാറട്ടെ. ഞാനും എൻ്റെ ഭാര്യയും, ഞാനും എൻ്റെ ഭർത്താവും എൻ്റെ മക്കളും ഒന്നിച്ചു സന്തോഷത്തോടെ ഡൈനിങ് ടേബിളിൽ ഒരുമിച്ചിരുന്ന് ഭക്ഷിക്കുന്ന അവസ്ഥ. യെസ്, ദൂത ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. ഓ താങ്ക് ഗോഡ്. നിങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുവാൻ പോകുക. സഹോദരി, നിങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുവാൻ പോകുക. സഹോദര, നിങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുവാൻ പോകുക. ആ ശൂന്യത മാറുക. നിങ്ങളുടെ ഭവനത്തിലെ ശൂന്യത മാറുക, നിന്ന മാറുക. പ്രാർത്ഥിക്ക്. സകലത്തെയും നിറയ്ക്കേണ്ടതിനായി സ്വർഗാദി സ്വർഗങ്ങളിൽ കയറിയവൻ സ്വർഗീയമായത്, ഓ ആർക്കും കവർന്നെടുക്കുവാൻ കഴിയാത്ത പിശാച് ഇന്നലകളിൽ പലതും നിങ്ങളുടെ കുടുംബജീവിതത്തിന്റെ ഐക്യതയ്ക്ക് വേണ്ട പലതും കവർന്നെടുത്തു. സ്നേഹത്തിൽ ചേർന്ന് നിൽക്കേണ്ടതിന് വേണ്ട പലതും കവർന്നെടുത്തു. ആർക്കും കവർന്നെടുക്കുവാൻ കഴിയാത്തത് സ്വർഗീയമായതുകൊണ്ട് ആ ശൂന്യത എൻ്റെ ദൈവം നിറയ്ക്കുക. മാതാവേ, പിതാവേ, നിങ്ങളുടെ തലമുറകളുടെ ജീവിതത്തിൽ പിശാച് പലതും കവർന്നെടുത്തു. അതേ ദൈവം സ്വർഗീയമായതുകൊണ്ട് അതിനെ നിറയ്ക്കുക. യെസ്, യേശുവിൻ നാമത്തിൽ അവരുടെ ഭാവി ജീവിതത്തിന് വിരോധമായി കവർന്നെടുക്കപ്പെട്ടത് അതിൻ്റെ യേശു നിറയ്ക്കുക. വിവാഹം നടക്കുവാൻ പോകുക. യെസ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ആ ശൂന്യത മാറുക. അവരുടെ ഉദരത്തിലെ ശൂന്യത മാറുക. യെസ്, യേശുവിൻ നാമത്തിൽ. യെസ്, ജീവനുണ്ടാകട്ടെ. ആമേൻ. വിദ്യാഭ്യാസം കഴിഞ്ഞ് ശൂന്യമായ അവസ്ഥയിലായിരിക്കുന്നു, ജോലിയില്ല. ആ ശൂന്യത മാറുക. ഓ സ്തോത്രം. കോഴ്സിന് അഡ്മിഷൻ കിട്ടുന്നില്ല, വർഷങ്ങൾ നഷ്ടപ്പെട്ടു പോകും. ഭാരമത, ഇത്രയും നാൾ പഠിച്ചത് വെറുതെ ആയിത്തീരും. സഹോദരൻ, നിന്റെ ഭാരമത, നിന്റെ മക്കളുടെ ചില വർഷങ്ങൾ നഷ്ടപ്പെട്ടു പോകും. അവരുടെ ഭാവി മുഴുവനും കരിഞ്ഞുണങ്ങിപ്പോകും. അയ്യോ, ഭാരപ്പെട്ടായിരിക്കുക. കേൾക്ക്, ആ ശൂന്യതയുടെ യേശു നിറയ്ക്കുക. നീ പ്രതീക്ഷിക്കാത്ത സംഭവിക്കുക. പ്രതീക്ഷിക്കാത്ത അഡ്മിഷൻ യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക് യേശുവേ സ്വർഗീയമായത് തലമുറകളുടെ മേൽ നൽകി അങ്ങ് മാനിച്ചാട്ടെ. പിശാച് ശൂന്യമാക്കുവാൻ തക്കവണ്ണം അവരുടെ മധ്യത്തിൽ മുക്കി, അവരെ പുകപ്പിച്ചു, അവരെ ലഹരിയിൽ അടിമകളാക്കി. അതേ ആ ശൂന്യത എൻ്റെ ദൈവം നിറയ്ക്കുക. സന്തോഷം കൊണ്ട് നിറയ്ക്കുക. അപമാനം മാറുക, നിന്ന മാറുക. ഏറ്റെടുക്കുക, പ്രാർത്ഥിക്കുക. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക്. യെസ്, ഓ താങ്ക് ഗോഡ്. യേശുവേ പ്രാർത്ഥിക്കുക സഹോദരി. ആശുപത്രികളിലായിരിക്കുന്നവരെ പ്രാർത്ഥിക്കുക. രോഗികളായി ഭാരപ്പെടുന്നവരെ പ്രാർത്ഥിക്കുക. യേശുവേ സകലത്തെയും നിറയ്ക്കേണ്ടതിനായി സ്വർഗാദി സ്വർഗങ്ങളിൽ കയറിയവരെ പിശാച് എൻ്റെ ശരീരത്തിൽ രോഗമിട്ട് എൻ്റെ ജീവിതത്തെ ശൂന്യമാക്കി മാറ്റി, എൻ്റെ പേഴ്സിനെ ശൂന്യമാക്കി, എൻ്റെ അധ്വാന ഫലത്തെ ശൂന്യമാക്കി, എന്നെ നിന്നയും അപമാനവും അനുഭവിക്കുന്നവനാക്കി മാറ്റി, എന്നെ ഒറ്റയ്ക്കാക്കി മാറ്റി. അതേ അങ്ങ് നിറയ്ക്കണമേ. ആരോഗ്യം കൊണ്ട് എൻ്റെ ശരീരത്തെ നിറയ്ക്കണമേ. യെസ്, യേശുവിൻ നാമത്തിൽ ഇപ്പോൾ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ആരോഗ്യം. ഓ താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിച്ചാട്ടെ. ആമേൻ. പ്രാർത്ഥിക്കുക സഹോദരി, സഹോദര പ്രാർത്ഥിക്കുക. ആരോഗ്യം വന്ന് നിറയുക. ശരീരത്തിൽ ആരോഗ്യം വന്ന് നിറയുക. അവയവങ്ങളിൽ ജീവൻ വെളിപ്പെടുക. യെസ്, യേശുവിൻ നാമത്തിൽ സ്വർഗീയമായ ജീവൻ ഒരു മരുന്നിനും വൈദ്യനും നിന്റെ ജീവിതത്തിൽ ചെയ്യുവാൻ കഴിയാത്ത അവയവങ്ങളിൽ ജീവൻ ഉണ്ടാകുക. യെസ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി
ആമേൻ. പ്രാർത്ഥിക്ക്. യേശുവേ, എൻ്റെ ബിസിനസ്സിനെ തകർത്ത്, എൻ്റെ സ്ഥാപനത്തിനെ തകർത്ത്, എൻ്റെ ശുശ്രൂഷയെ തകർത്ത്, എന്നെ നിന്ദിതനും അപമാനിതനും തലകുനിക്കുന്നവനെ ആക്കി തീർത്ത പിശാചിന്റെ പ്രവൃത്തിയെ സകലത്തെയും നിറയ്ക്കേണ്ടതിനായി സ്വർഗങ്ങളിൽ കയറിയവനെ, അങ്ങ് സ്വർഗീയമായതുകൊണ്ട് ഒരു പന്ന പിശാചിന് കവർന്നെടുക്കുവാൻ കഴിയാത്തത് കൊണ്ട് നിറയ്ക്കണമേ. പ്രാർത്ഥിക്കുക സഹോദരി, പ്രാർത്ഥിക്കുക സഹോദര. അവൻ നിറയ്ക്കുക. യെസ്, അവൻ നിറയ്ക്കുക. നിന്ന് മാറുന്നത് അതേ നിറയുക, അപമാനം മാറുന്നത് നിറയുക, തലകുനിയലിന്റെ അവസ്ഥ മാറുന്നത് നിറയുക. യെസ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. ഓ താങ്ക് ഗോഡ്, താങ്ക് ഗോഡ്. നിറയുക. സ്വർഗീയമായതുകൊണ്ട് ആർക്കും ചതിച്ചു കൊണ്ടുപോകുവാൻ കഴിയാത്ത ആ രാജ്യത്ത് നിന്നെ കൊണ്ടാക്കി പലതും പറഞ്ഞ് പ്രലോഭിപ്പിച്ച് നിന്റെ കയ്യിലുള്ളത് മുഴുവനും കവർന്നെടുത്ത ആ ചതി ഇനി നടക്കത്തില്ല. ഇനി നിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് സ്വർഗീയമായതുകൊണ്ടുള്ള ഒരു വിളയാട്ട. യെസ്, യേശുവിൻ നാമത്തിൽ ആമേൻ. അപ്പോൾ വചനം വെച്ച് പ്രാർത്ഥിക്കുക. കർത്താവ് സ്വർഗീയമായത് നിങ്ങളുടെ ജീവിതത്തിൽ നൽകും. അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു. അനുഗ്രഹമായെങ്കിലും ചെയ്യും. നിങ്ങളറിയുന്ന ഒത്തിരി പേരിലേക്ക് ഈ മെസ്സേജ് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളൊരു പ്രാർത്ഥനാ വിഷയമായി വല്ലാതെ ഭാരപ്പെട്ടായിരിക്കുന്നുവെങ്കിൽ ധൈര്യമായി നിങ്ങൾക്ക് പ്രൈസർ ഫാമിലിയിലേക്ക് കോൺടാക്ട് ചെയ്യാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പിന്നെയും പറയട്ടെ, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങളെ പ്രവർത്തിക്കും. ആ ശൂന്യതകൾ നിറയുവാൻ പോകുക. അതേ ആ ശൂന്യതകളെ എൻ്റെ കർത്താവ് നിറയ്ക്കും. എന്നാൽ കണ്ടോടച്ചോ, ഒരു നിമിഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, അടിയനൊപ്പമായിരിക്കുന്ന ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇവരിൽ രോഗികളായിരിക്കുന്നവരെ അങ്ങ് സൗഖ്യമാക്കിയ കൃപയ്ക്കായി, യെസ്, യേശുവിൻ നാമത്തിൽ ഇപ്പോൾ സൗഖ്യം വന്ന് നിറയുന്ന കൃപയ്ക്കായി പ്രാർത്ഥിച്ചാട്ടെ. രോഗികൾ സൗഖ്യമാകുക, സകല രോഗബന്ധനങ്ങളും, ഷുഗർ ലെവൽ കൺട്രോൾ ആകുക, കൊളസ്ട്രോൾ കൺട്രോൾ ആകുക, BP നോർമലാകുക. യെസ്, ഇനി ഇങ്ങനെ നിന്നാൽ സ്ട്രോക്കായി മാറുമെന്ന് പറഞ്ഞ് ഭാരപ്പെട്ടായിരിക്കുന്ന അവസ്ഥ. യെസ് യെസ്, വന്നുപോയ സ്ട്രോക്ക് എഴുന്നേറ്റ് നടക്കുവാൻ പോകും. യെസ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കട്ടെ. തൊഴിലില്ലായ്മകൾ പരിഹരിക്കപ്പെടട്ടെ. ജോലി കിട്ടട്ടെ. ജോലി സംബന്ധമായി വെളിപ്പെട്ട് നിൽക്കുന്ന സകല പോരുകളും അഴിഞ്ഞു മാറട്ടെ. യെസ്, പുതിയ ജോലികൾ ലഭിക്കട്ടെ. കുടുംബജീവിതങ്ങൾ അനുഗ്രഹമായി തീരട്ടെ. ഭാര്യ ഭർത്താവ് സ്നേഹത്തിൽ ചേർന്ന് വരട്ടെ. ഡിവോഴ്സുകൾ മാറിപ്പോകട്ടെ. കോടതി കയറി ഇറങ്ങുന്ന അനുഭവങ്ങൾ മാറട്ടെ. യെസ്, ആമേൻ ആമേൻ. കോടതിക്ക് പുറത്ത് തീർപ്പുണ്ടാകട്ടെ. ക്രിമിനൽ കേസുകളിൽ നീതിയുള്ള വിധികളുണ്ടാകട്ടെ. ചതിച്ച് കേസുകളിൽപ്പെടുത്തി കോടതികളിൽ കയറി ഇറങ്ങുമാറാക്കുന്ന അവസ്ഥ. യെസ്, യേശുവിൻ നാമത്തിൽ നീതി വെളിപ്പെടട്ടെ. സാമ്പത്തികമായ ഇടപാടുകൾ മുഖാന്തരം കോടതിയിലായിരിക്കുന്നവർ നീതി വെളിപ്പെടട്ടെ. ആ ചതി യെസ്, യേശുവിൻ നാമത്തിൽ കർത്താവേ, അങ്ങ് നീതി നൽകണമേ അപ്പാ. ഇവിടെ അവകാശങ്ങൾ അവർക്ക് തന്നെ ലഭിക്കട്ടെ. എല്ലാ ദാരിദ്ര്യവും മാറട്ടെ, കടം മാറട്ടെ, ഇല്ലായ്മകൾ മാറട്ടെ, വഴികൾ തുറക്കപ്പെടട്ടെ. മക്കളുടെ വിദ്യാഭ്യാസത്തിനായി ലോണുകൾക്കായി അപേക്ഷിച്ച് കാത്തിരിക്കുന്നവർ ലോണുകൾ സാങ്ഷൻ ആകട്ടെ. യെസ്, യേശുവിൻ നാമത്തിൽ ലോണുകൾ സാങ്ഷൻ ആകട്ടെ. തലമുറകളുടെ വിദ്യാഭ്യാസം അനുഗ്രഹമായി തീരട്ടെ. ഭാവി ജീവിതം അനുഗ്രഹമായി തീരട്ടെ. അഡ്മിഷനുകൾ ലഭിക്കട്ടെ. മത്സര പരീക്ഷകൾ റിസൾട്ടുകൾ ഉണ്ടാകട്ടെ. അവർ അച്ചടക്കവും അനുസരണമുള്ളവരായി വളരട്ടെ. ആരോഗ്യമുള്ള തലമുറകളായി വളരട്ടെ. ഉദരത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഞങ്ങൾ അനുഗ്രഹിക്കുന്ന കർത്താവ്. യെസ്, യേശുവിൻ നാമത്തിൽ ശുശ്രൂഷ മേഖലകൾ അനുഗ്രഹമായി തീരട്ടെ. ബിസിനസ്സുകൾ, കച്ചവട സ്ഥാപനങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. വലുതും ചെറുതുമായ സകല കച്ചവടങ്ങളും അനുഗ്രഹിക്കപ്പെടട്ടെ. വിദേശത്തും സ്വദേശത്തും നടത്തപ്പെടുന്ന ബിസിനസ്സുകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഓ താങ്ക് യു ലോർഡ്. സ്വന്തം ഭവനങ്ങളില്ലാതെ ഭാരപ്പെടുന്നവർ സ്വന്തം ഭവനങ്ങളെ പണിയട്ടെ. വാഹനങ്ങളെ വാങ്ങട്ടെ, വസ്തുക്കൾ വാങ്ങട്ടെ. ഓ ആമേൻ. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതുവരുടെ നിറവിൻ്റെ ദിവസമായി അങ്ങ് മാറ്റിയ കൃപയ്ക്കായി സ്തുതിക്കുന്നു. അതേ സ്വർഗീയമായതിനെ കൊണ്ട് തന്നെ നിറച്ച കൃപയ്ക്കായി സ്തുതിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. നാളെ പകലും ദൈവം എന്ന് വെച്ചാൽ നാം ഇപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ടനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ ഇത് മാറിപ്പോയി പ്രഭാതവൻ എന്ന പ്രതിദിന വചന സന്ദേശത്തോടൊപ്പം നാം ഒരുമിച്ച് തന്നെയായിരിക്കും. അതുവരേക്കും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ. പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രൈസർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.